റോബ് മൈഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു പുതിയ വണ്ടി റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇത് ക്രെറ്റയുടെ ഇത് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് SUV എന്ന് പറയുന്ന വാഹനമാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. ഇതൊരു കിക്ക് റിവ്യൂ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇന്ന് ടർബോ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നത്, പക്ഷേ ഓൾറെഡി അത് ബില്ലായി പോയതുകൊണ്ട് നമുക്ക് ആ വണ്ടി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ടർബോ ആണ് ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു മിഡ് വേരിയൻ്റ് ആണ്. മിഡ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സൊക്കെ മിസ്സിംഗ് ആയിരിക്കും. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, എന്നാൽ പിന്നെ ടോപ്പ് എൻഡ് തന്നെ ചെയ്തു വിടാറുണ്ട്. പക്ഷേ നമ്മൾ അവിചാരിതമായിട്ട് ആ വണ്ടി ബില്ലായി പോയതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. പക്ഷേ നമുക്ക് ഇന്ന് പുതുതായിട്ട് വന്നിരിക്കുന്ന ഓൾ ന്യൂ ക്രെറ്റ, കാരണം ലുക്കിലെല്ലാം ഏകദേശം ഒരുപാട് വലിയ വ്യത്യാസങ്ങളൊന്നും ഈ വണ്ടികൾ തമ്മിൽ ഉണ്ടാവില്ല. ഫീച്ചേഴ്സിലായിരിക്കും വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് പുതിയ ക്രെറ്റ 2020 ക്രെറ്റയ്ക്കകത്ത് എന്തൊക്കെ ഡിഫറൻസസ് വന്നെന്നുള്ളത് നോക്കാം. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു 10-12 മിനിറ്റുള്ള ഒരു ചെറിയ റിവ്യൂ ആയിട്ടാണ് ഞാനിത് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു റോബ് മൈ ഷോ. അപ്പോൾ പുതിയ ക്രെറ്റ 2020യുടെ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കാണ്. അപ്പം പഴയ വണ്ടി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് ഏറ്റവും ആദ്യം വ്യത്യാസം പ്രകടമായിട്ട് വരുന്നത് അതിൻ്റെ ഗ്രില്ലിൽ തന്നെയാണ്. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെന്യൂവിൽ കണ്ട ഒരു ഗ്രില്ലാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ വെന്യൂവിൻ്റെ ഒരു വലിയ രൂപമായിട്ടൊക്കെ ആൾക്കാർ ഈ ഒരു പുതിയ ക്രെറ്റയെ പറയാറുണ്ടെങ്കിലും ആക്ച്വലി ശരിക്കും ഇതൊരു പാലിസൈഡ് എന്ന് പറഞ്ഞ ഒരു വിദേശ രാജ്യങ്ങളിൽ വയ്ക്കുന്ന ഹുണ്ടയുടെ തന്നെ ഒരു വണ്ടിയുടെ ഒരു പതിപ്പാണ് ഈ ഒരു ക്രെറ്റ 2020 എന്ന് പറയുന്നത്. ഇതിനകത്ത് വ്യത്യാസങ്ങൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഗ്രില്ലിൽ തന്നെയാണ്. ഇതിൻ്റെ ഗ്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ബ്രോഡറായിട്ടൊരു വലിയൊരു ഗ്രില്ലാണ്. വണ്ടിയുടെ ഫ്രണ്ട് ഫേസ് കുറച്ച് പരന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അതിന് ഗ്രില്ലിൻ്റെ ഒരു ചെറിയൊരു ക്രോമിയത്തിൻ്റെ ഒരു ഫിനിഷൊക്കെ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ നടുക്കായിട്ട് തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ ഹുണ്ടയുടെ ലോഗോ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഗ്രിൽ വൈസ് ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഒരു ക്ലസ്റ്ററിലേക്ക് പോകാം. നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ക്രെറ്റയിൽ കണ്ടുകൊണ്ടിരുന്ന ഹെഡ് ലാമ്പുകൾ അല്ല ഇതൊരു പുതിയ ടൈപ്പ് ഹെഡ് ലാമ്പുകളാണ്. ഇതിൻ്റെ ട്രൈ ബീം ഹെഡ് ലാമ്പുകൾ എന്നാണ് ക്രെറ്റ പറയുന്നത്. ഇതിനകത്തൊരു മൂന്ന് ക്ലസ്റ്ററിനകത്തായിട്ടാണ് ലൈറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇതിന് മുകളിലൊരു ക്രസൻറ്റ് DRL ലാമ്പുകളാണ്. ക്രസൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ്. ആ ക്രസൻറ്റ് കളറിലുള്ള ഒരു DRL ലാമ്പുകളാണ്. അതൊരു പ്രത്യേക രീതിയിലാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിന് ടോപ്പിൽ നിന്ന് തുടങ്ങി ഇത് ഹെഡ് ലാമ്പുകളെ കവർ ചെയ്ത് താഴെ വരെ വരുന്ന തരത്തിലുള്ള ഒരു ഹെഡ് ലാമ്പുകളാണ്. ഇതൊരു 3 പോർഷനിലാണ്. കണ്ടോ, ഇവിടെ ഒരു പോർഷൻ, ഇവിടെ ഒരു പോർഷൻ, ഇവിടെ ഒരു പോർഷൻ, അങ്ങനെ 3 പോർഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ എടുത്ത് മനസ്സിൽ തന്നെ സൂക്ഷിക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ടൈൽ ലാമ്പുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു റെപ്ലിക്ക അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹെഡ്ലൈറ്റ്സിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ട് നമുക്ക് ഫോഗ് ലാമ്പുകളും കാണാം. ഫോഗ് ലാമ്പിനോട് ചേർന്ന് തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു എയർ കട്ടൺ കാണാം. അതായത് ടയറുകളിലേക്കൊക്കെ കാറ്റടിക്കത്തക്ക രീതിയിലുള്ള എയറോഡൈനാമിക്സിന് ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള എയർ കട്ടൺ അവിടെ കാണാം. പിന്നെ നമ്മുടെ ഗ്രില്ലിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്കൊരു എയർ ഡാം കാണാം. കാരണം എയർ ഇൻടേക്കിനുള്ളൊരു സ്പേസാണ്. അതിൻ്റെ താഴെ തന്നെ ഒരു സ്കിഡ് പ്ലേറ്റും കാണാം. ഇതൊരു ഏകദേശം ഒരു ഓഫ് സിൽവർ കളറിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ മുമ്പിൽ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നമുക്ക് പോകാം. ആക്ച്വലി നമുക്ക് ഇതുപോലുള്ള വാഹനങ്ങൾ നമ്മൾ കാണുമ്പോൾ കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങി നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ ഒരു ഫുൾ സ്ക്രീനിനകത്ത് വണ്ടി നിൽക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകുന്നത്. അപ്പോൾ പഴയ ക്രെറ്റയായിട്ട് നോക്കുമ്പോൾ ഈ ക്രെറ്റയ്ക്ക് കുറച്ച് സൈസിന് വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ക്രെറ്റയേക്കാളും ഒരു 30 മില്ലിമീറ്റർ കൂടുതലാണ്. അതായത് 4300 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത് 1790 മില്ലിമീറ്റർ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നതും ഒരു 20 മില്ലിമീറ്റർ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ പഴയ ക്രെറ്റയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്രെറ്റ കുറച്ചും കൂടെ ഒരു വലിപ്പമുള്ള ഒരു വണ്ടിയാണ്. സോ അത് നമുക്കൊരു അൾട്ടിമേറ്റ് SUV ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റൈലിങ്ങിലേക്ക് പോകാം. ഈ വാഹനത്തിന് ഒരു 17 ഇഞ്ച് അലോയ് വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ടർബോയിലേക്കൊക്കെ പോകുമ്പോൾ, അതായത് ടോപ്പ് വേരിയൻസിലേക്ക് പോകുമ്പോൾ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ്. ഇതിന് ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്ന ഡിസ്ക് ബ്രേക്കുകളാണ്. അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കുകളും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു ഫെൻഡറും അല്ലെങ്കിൽ ഒരു വീലാർച്ചും ഒക്കെ നോക്കുമ്പോൾ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു SUVയുടെ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം നല്ല ബോൾഡായിട്ടുള്ള ഒരു ഫെൻഡർ പോർഷനൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഒരു ബോഡി കളർഡ് ആയിട്ടുള്ള ഒരു റിയർ വ്യൂ മിറർ ഉണ്ട്. അതിനകത്ത് തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴത്തേന് ഇതിന് നമുക്കൊരു പഡിൽ ലൈറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ ഈ ടാറ്റ ഹൈരിയറിലാണ് ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത്. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താഴേക്ക് ഒരു സ്പോട്ട് ലൈറ്റ് പോലെ നമുക്ക് നിലം കാണാത്ത രീതിയിലൊരു ലൈറ്റ് ആ ഒരു ടർബോ മോഡലിൽ വരുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഡോർ ഹാൻഡിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊരു ക്രോമിലാണ് അതിൻ്റെ ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. 2 ഹാൻഡിൽസും കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിൽവർ കളറുള്ള ഒരു റൂഫ് റെയിൽ ഫ്രണ്ടിലോട്ട് ബാക്ക് വരെ പോകുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു സിൽവർ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് ഫ്രണ്ട് തൊട്ട് A പില്ലർ, B പില്ലർ, C പില്ലറും കടന്ന് ഏറ്റവും ബാക്ക് വരെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബ്ലാക്ക് വാഹനമായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പെട്രോളിൻ്റെ ലിഡും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്.
ഇപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. വളരെ ലുക്കുള്ളൊരു വാഹനമാണ് ക്രെറ്റ എന്ന് പറയുന്നത്. കുറച്ച് സൈസുള്ളൊരു വാഹനമാണ്. നമുക്കിനി ഒരു ബാക്ക് പ്രൊഫൈലിലേക്ക് പോകാം. ക്രെറ്റയുടെ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടൊരു വ്യൂ ആണ്. വളരെ ഭംഗിയുള്ള ഒരു ബാക്ക് ഒരു റിയർ ഡിസൈൻ തന്നെയാണ് ഈ ക്രെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പഴയ ഒരു ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിനെ കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് താഴെ തന്നെ ഒരു ചെറിയ സ്പോയിലർ നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നെ തൊട്ട് താഴെ തന്നെ നമുക്ക് ബ്രേക്ക് ലൈറ്റ്സ് കാണാനായിട്ട് സാധിക്കും. നേരത്തെയുള്ള വാഹനങ്ങളിലൊക്കെ ഹൈ റൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഈ ഒരു സ്പോയിലറിൻ്റെ താഴെ തന്നെയായിരുന്നു ബ്രേക്ക് ലൈറ്റ് വന്നിരുന്നത്. ഇപ്പോൾ ഈ ബ്രേക്ക് ലൈറ്റ് നേരെ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഒരു ക്ലസ്റ്ററാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള നമുക്കൊരു സ്മോക്കി ഫീൽ തരത്തക്ക രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഹെഡ്ലൈറ്റ്സ് എടുത്തൊരു സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പുകളും റിയർ ആയിട്ടുള്ള ഈ ടെയിൽ ലാമ്പുകളും തമ്മിൽ ഏകദേശം ഡിസൈൻ വൈസ് സെയിം ആണ്. നിങ്ങൾ നേരത്തെ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആ ക്രസൻറ്റ് ഷേപ്പുള്ള DRL വന്നിരിക്കുന്ന അതേ ഡിസൈനിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ടെയിൽ ലാമ്പ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് ലൈറ്റുകളാണ് ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ തൊട്ട് നടുക്കായിട്ട് തന്നെ നമുക്ക് ഹുണ്ടയുടെ ഒരു ബാഡ്ജിങ് കാണാം. തൊട്ട് താഴെ തന്നെ ക്രെറ്റ എന്ന് പറഞ്ഞ് എംബോസ് ചെയ്തിരിക്കത്തക്ക രീതിയിലുള്ള ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ തന്നെ റൈറ്റ് സൈഡിൽ താഴെ തന്നെ SX എന്ന് പറഞ്ഞ വേരിയൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കിലെ ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ നോക്കാം. കുറച്ചുകൂടെ ഭംഗികരമായിട്ടുള്ള രീതിയിലുള്ള ബമ്പറും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ, അല്ലെങ്കിൽ തൊട്ട് മുകളിലായിട്ട് തന്നെ നമുക്കൊരു റിയർ വ്യൂ ക്യാമറയൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലെ ഇൻഫോർടൈൻമെൻറ്റ് സ്വിച്ചസിനകത്ത് നമുക്ക് റിയർ പാർക്കിംഗ് അസിസ്റ്റൻ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. ബമ്പറുകൾ മനോഹരമായൊരു ബമ്പറുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടർബോ മോഡലിലേക്കൊക്കെ വരുമായിരുന്നെങ്കിൽ ടിൻ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വണ്ടിക്ക് ഒരു മിഡ് വേരിയൻ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിതിൻ്റെ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡോറിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് നോക്കുമ്പോഴത്തേന് കാണാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾസ് ഒക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡോർ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു സിൽവർ ഫിനിഷിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇത് ഡോറിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പവർ വിൻഡോയും അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല ബലവത്തായിട്ടുള്ള ഡോറാണ്. ഈ വണ്ടികൾക്ക് പ്രത്യേകം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഹൈ സ്ട്രെങ്ത് ഉള്ള സ്റ്റീൽ വെച്ചിട്ടാണ് ഈ വണ്ടികളുടെയൊക്കെ ബോഡി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ക്രെറ്റ എന്ന് പറയുന്നത് കിയയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ വണ്ടിയുടെ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നമുക്ക് കയറി ഇരിക്കാം. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ SX വേരിയൻറ്റിൻ്റെ ഡ്രൈവർ സീറ്റിലാണ് ഇരിക്കുന്നത്. സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകൾ തന്നെയാണ്. ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ്. ഇത് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഇലക്ട്രിക്കലി തന്നെ കൺട്രോളബിൾ ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സുകൾ നമുക്ക് ഈ വണ്ടിക്കകത്ത് കിട്ടും. ഈ കാണുന്നതാണ് ഈ വാഹനത്തിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടൊരു സ്റ്റിയറിംഗ് വീലാണ്. ലെതർ സ്റ്റിച്ചിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതൊരു ഡീ കട്ട് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽസ് ആണ്. ഇതിനകത്ത് ഒരു 4 സ്പോക്കായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 4 സ്പോക്കിനകത്ത് ഒരു സിൽവർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റൈറ്റ് സൈഡ്, അതായത് സ്റ്റിയറിംഗിന്റെ ഈ റൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് അവിടെ കംപ്ലീറ്റ് ക്രൂയിസ് കൺട്രോളിന്റെ ഒക്കെ കാര്യങ്ങളാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ടുള്ള, അതായത് മൊബൈൽ ഫോണൊക്കെ നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു വോയിസ് കമാൻഡ് അസിസ്റ്റും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. തൊട്ട് താഴെ തന്നെ അതിന്റെ വൈപ്പറുകളുടെയും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററുകളുടെയും കൺട്രോൾ നമുക്ക് കാണാം. ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്ലസ്റ്റർ കാണാം. ക്ലസ്റ്റർ നല്ല ഭംഗിയുള്ള ഒരു ക്ലസ്റ്ററാണ്. ക്ലസ്റ്ററിന്റെ ഒരു ക്ലോസപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ പുതിയ ക്രെറ്റയുടെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാനുവൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ഇത് നമുക്ക് RPM അതേപോലെ തന്നെ സ്പീഡോമീറ്ററും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുക്ക് ഒരു 4 ഇഞ്ചായിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഡിസ്പ്ലേ നമുക്കറിയാം, ഇപ്പോഴത്തെ ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും ആ ഡിസ്പ്ലേ ഉണ്ട്. അതിനകത്ത് പല കാര്യങ്ങളും വരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് GPS-ന്റെ കൺട്രോളുകളും അതേപോലെ ടേൺ അസിസ്റ്റ് അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് വരും. അതുപോലെ ഇതിനകത്ത് മെയിൻ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണ്. പുതിയ ക്രെറ്റയ്ക്കകത്തും പുതിയ വെർണയ്ക്കകത്തും വന്നിരിക്കുന്ന ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണ്. നമുക്ക് വാഹനത്തിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ 4 വീലുകളുടെയും ഒരു ടയറിന്റെ പ്രഷറൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് നമ്മൾ കാണുന്നത്. ഈ ടർബോയിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴത്തേന് ഇതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡ്രൈവിംഗ് മോഡലിലാണ് ഉള്ളത്. ഈ വണ്ടിയല്ല, ഇതിന് ടോപ്പ് എൻഡ് വരുമ്പോൾ 3 ഡ്രൈവിംഗ് മോഡലിലാണ്. നമുക്ക് എക്കോ സ്പോർട്ട് അതുപോലെ തന്നെ സിറ്റി എന്ന് പറഞ്ഞ മോഡുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതേപോലെ തന്നെ 3 ടൈപ്പുള്ള ട്രാക്ഷൻ മോഡുകളുണ്ട്. മഡ്, സ്നോ, സാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 ട്രാക്ഷൻ മോഡലുണ്ട്. ഈ ഒരു വേരിയന്റ് ഇതൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 10 ഇഞ്ചുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് കാണാനായിട്ട് വരും. HD ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ഇതിനകത്ത് പല ഫംഗ്ഷൻസും ഒക്കെ ഉണ്ട്. നമ്മൾ ഇത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബ്ലൂ ലിങ്ക് കണക്റ്റഡ് ആണ്. ബ്ലൂ ലിങ്ക് എന്ന് പറയുമ്പോൾ ഈ ഹുണ്ടായുടെ ഒരു പ്രത്യേക ഒരു ക്ലൗഡ് കണക്ടിവിറ്റി സർവീസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്.
ഏകദേശം 50ഓളം ഫീച്ചേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ ബ്ലൂ ലിങ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ AC വെൻറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും തന്നെ ACയുടെ ഒരു വെൻറ്റ് കാണാനായിട്ട് സാധിക്കും. അതൊരു ചെറിയൊരു സിൽവർ ഫിനിഷോടുകൂടിയാണ് കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു വീണ്ടും ഇതിൻ്റെ സെൻട്രൽ കൺസോളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഹുണ്ടായുടെ എല്ലാ വണ്ടികൾക്കും കോമൺലി വരുന്ന ഒരേ ടൈപ്പ് ഡിസൈൻ തന്നെയാണ് ഇവിടെ ഒരു കൺസോളിൽ വന്നിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് പവർ ചാർജർ 12 വോൾട്ടിൻ്റെ പവർ ഔട്ട്പുട്ട്, അതുപോലെ തന്നെ ഒരു USB പോർട്ട്, ഒരു USB ചാർജർ, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഒരു വയർലെസ് ചാർജിന് വരുന്നതാണ്. ഈ വാഹനം എന്ന് പറയുന്നത് ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. അതിൻ്റെ ഗിയർ നോബുകൾ നമുക്ക് കാണാം. സൈഡിൽ ഒരു ലെതറിൻ്റെ ഒരു ഇൻസോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വാഹനമാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടർബോ എന്ന് പറഞ്ഞ വേരിയൻറ്റുകൾക്കകത്ത് ഇൻറ്റീരിയറിൽ തന്നെ കുറച്ചൊക്കെ കളറിന് വ്യത്യാസം അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഈ സിൽവർ കളറുകൾക്കൊക്കെ പകരം അവിടെ റെഡ് ആക്സെൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ച് വരുന്ന റെഡ് കളറിൽ വരും. അതേപോലെ സീറ്റിൻ്റെയും അതേപോലെ ഇങ്ങനെ വരുന്ന ഭാഗങ്ങളിലുള്ള സ്റ്റിച്ച് എല്ലാം റെഡ് കളറിലാണ് ടർബോയിലേക്ക് വരുമ്പോൾ. അതാണ് ഈ ടർബോ ഇത് നമ്മളൊരു മെയിനായിട്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ടർബോയ്ക്കകത്ത് കുറച്ച് ഓട്ടോ ഹിൽ അസിസ്റ്റ് എന്ന് പറഞ്ഞ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കയറ്റത്ത് വെച്ച് വണ്ടി ബാക്കിലോട്ട് പോകാതെ ഹോൾഡ് ചെയ്യുന്ന സിസ്റ്റവും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗിയർ നോബിൻ്റെ താഴെ തന്നെയായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഹാൻഡ് ബ്രേക്കുകളും കാണാൻ സാധിക്കും. നോർമലായിട്ടൊരു ഹാൻഡ് ബ്രേക്കാണ്. അതുപോലെ തന്നെ നമുക്കൊരു ആംബ്രസ്റ്റും കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ ഒരു കപ്പ് ഹോൾഡറൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഈ വാഹനത്തിൻ്റെ കേസ്. മനോഹരമായൊരു കേസ് തന്നെയാണ് വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ആ സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേനും നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു AC വെൻറ്റ് കാണാം. AC വെൻറ്റിന് തൊട്ട് താഴെ തന്നെ ആയിട്ട് നമുക്കൊരു വണ്ടിയുടെ ഒരു ഗ്ലൗ ബോക്സ് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേനും ഒരു പുതിയ കമ്പനിയാണ്. ഞാൻ അധികം കേട്ട് പരിചയമില്ലാത്തൊരു കമ്പനി അർക്കമിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അവരുടെ ഒരു സ്പീക്കർ സിസ്റ്റമാണ്. ഇതിനകത്ത് ഈ വാഹനത്തിൽ SX എന്ന് പറഞ്ഞ വേരിയൻറ്റിനകത്ത് 4 ഡോറിലുള്ള 4 സ്പീക്കറിലും 2 ട്യൂട്ടറുകളും ഉണ്ട്. അതേ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ മൊത്തം 8 സ്പീക്കറിലാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാ സംവിധാനങ്ങളും സേഫ്റ്റി സംവിധാനങ്ങളുണ്ട്. നേരത്തെ പറയുന്നത് ബോഡി തന്നെ ഭയങ്കര സ്ട്രെങ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വണ്ടിക്ക് ABS, EBD, ട്രാക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, സ്റ്റെബിലിറ്റി കൺട്രോളുകൾ, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ ഹിൽ അസിസ്റ്റ് ഉണ്ട്. നമ്മൾ കയറ്റത്തിൽ വെച്ച് വണ്ടി ബാക്കിലോട്ട് പോകുന്നുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ട. ഇതിൻ്റെ ബാക്ക് സീറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് പിള്ളേർക്ക് വേണ്ടിയുള്ള ISO ഫിക്സ് ചൈൽഡ് സീറ്റുകൾ നമുക്ക് വണ്ടിക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ എന്തും കൊണ്ടും ഒരു സുരക്ഷിതമായ ഒരു വണ്ടി തന്നെയാണ് Hyundai Creta എന്ന് പറയുന്നത്. ഇനി വാഹനത്തിൻ്റെ നമുക്ക് റൂഫിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു റിയർ വ്യൂ മിറർ കാണാം. ഇതൊരു ബ്ലൂ ലിങ്ക് എനേബിൾ ആയിട്ടുള്ള ഒരു റിയർ വ്യൂ മിററാണ്. അതിനകത്ത് നമുക്ക് ഓൾറെഡി നമുക്ക് SOSൻ്റെ സ്വിച്ചുകളും അതേപോലെ പാർക്ക് അസിസ്റ്റൻറ്റ് സ്വിച്ചുകളും ബ്ലൂ ലിങ്കിൻ്റെ എനേബിൾ ചെയ്യാനുള്ള സ്വിച്ചുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൊട്ട് മുകളിലായിട്ട് തന്നെ ഇവിടെ ഒരു ഗൂഗിൾസ് കണ്ണാടിയൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ ഇതിൻ്റെ 2 റീഡിംഗ് ലൈറ്റ്സ് ആണ്. ഇതിൻ്റെ സ്വിച്ചുകളും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ്സ് കത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു പനോരമിക് സൺറൂഫ് ഉണ്ട്. പനോരമിക് സൺറൂഫ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു സൺറൂഫും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ തന്നെ ഈ സൺറൂഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ ലിങ്കിൻ്റെ സഹായത്തോടെ വോയിസ് കമാൻഡിലൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബ്ലൂ ലിങ്ക് ഓപ്പൺ സൺറൂഫ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സൺറൂഫ് ഓപ്പൺ ചെയ്ത് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഈ വണ്ടിക്കുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു വാഹനത്തിൻ്റെ ഒരു ഡ്രൈവർ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബാക്കിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലേക്ക് നമുക്ക് കയറാം. ഇതിന് ലെഗ് സ്പേസ് എൻ്റെ കാല് ഇപ്പോൾ ഞാൻ 5.6 ഉള്ള ഒരാളാണ്. എൻ്റെ കാല് അത്യാവശ്യം നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. ബാക്കിലെ സീറ്റ് എന്തായാലും കംഫർട്ടബിൾ ആണ്. ഇത് ലെതർ സീറ്റുകളല്ല. സാധാരണ ടോപ്പ് എൻഡിൽ വരുമ്പോഴാണ് ലെതർ സീറ്റുകൾ വരുന്നത്. ഇത് നോർമലായിട്ടുള്ള ഫാബ്രിക് സീറ്റുകളാണ്. ഇനി നമ്മൾ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ സെൻട്രൽ കൺസോളിൽ ഒരു ബീം എത്തിച്ചേർന്ന് നിൽക്കുന്നത് ബാക്കിലേക്കാണ്. ബാക്കിലേക്ക് അവിടെ വരുമ്പോൾ അവിടെ AC വെൻറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു USB ചാർജിങ് പോർട്ടും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു ഇതെന്ന് പറയുന്നത്. സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. 3 പേർക്ക് ഇരിക്കാവുന്ന സീറ്റുകളാണ്. നടുക്ക് തന്നെ നമുക്ക് ഒരു ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് കവർ ഇട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ടെയിൽ ഗേറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മാനുവലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടെയിൽ ഗേറ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ ടെയിൽ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുമ്പോൾ ഏകദേശം 433 ലിറ്ററാണ് ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. പുതിയ ഈ ഒരു ക്രെറ്റയ്ക്ക് കമ്പനി തന്നെ കൊടുക്കുന്ന ഹെഡ് റെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വെച്ചിട്ടില്ല. അവിടെ താഴെ നമുക്ക് ഇതിൻ്റെ സ്പെയർ വീലുകൾ നമുക്ക് കാണാനായിട്ട് വരും. സ്റ്റീൽ വീലാണ്, അലോയ് വീൽസ് അല്ല.
ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടെയിൽ ഗേറ്റ് തുറന്നിട്ടുള്ള ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത്. നമുക്കിനി വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കാം. 3 തരത്തിലുള്ള എഞ്ചിൻസാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. 3 തരത്തിലെന്ന് പറയുമ്പോൾ ഒരു 1.5 പെട്രോൾ MPI എഞ്ചിനാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 1.4 കാപ്പ ടർബോ GDI പെട്രോൾ എഞ്ചിനുണ്ട്. അതേപോലെ തന്നെ ഒരു ഡീസൽ വേരിയൻ്റ് ഉണ്ട്. അത് 1.5 U2 CRDi ഡീസലാണ്. നമ്മൾ വെർണയിലേക്ക് വരുമ്പോഴും ഇതേപോലത്തെ ഓപ്ഷൻസാണ്, 3 എഞ്ചിൻ ഓപ്ഷൻസാണ് ആ വാഹനത്തിന് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ഇതിൻ്റെയും എഞ്ചിൻസ് സെയിം ആണ്. അതായത് 1.4 കാപ്പ എഞ്ചിന് പകരം വെർണയിലുള്ളത് 1 ലിറ്ററിൻ്റെ എഞ്ചിനാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന SX എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. 1.5 ലിറ്റർ പെട്രോൾ മാനുവൽ വേരിയൻ്റാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു ടോട്ടൽ ഒരു CC എന്ന് പറയുന്നത് 1497 CC ആണ് ഈ വാഹനത്തിന്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മാക്സിമം ഒരു പവർ എന്ന് പറയുന്നത് 115 PS അറ്റ് 6300 RPM-ലാണ് ഇതിലൊരു പവർ റേറ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 14.7 കിലോഗ്രാം 4500 RPM-ൽ ലഭിക്കുന്നതാണ്. നമുക്ക് ഈ വണ്ടികൾ ഒരു 10 കളർ വേരിയൻറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് 7 കളർ വേരിയൻറ്റ് നമുക്ക് ലോവർ എൻഡ് മോഡലിലെല്ലാം കിട്ടും. ടോപ്പായിട്ടുള്ള ഒരു കളർ വേരിയൻറ്റ് ടർബോയിലൊക്കെ വരുമ്പോഴത്തേനും ഒരു ഡ്യുവൽ ടോൺ കളേഴ്സ് നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കളറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഫോൺ സിൽവർ ഉണ്ട്, ഒരു പോളാർ വൈറ്റ് ഉണ്ട്, റെഡ് മൽബറി, അതുപോലെ ഗാലക്സി ബ്ലൂ, ലാവ ഓറഞ്ച്, ഫാൻറ്റം ബ്ലാക്ക്, ടൈറ്റൻ ഗ്രേ, ഇങ്ങനത്തെ കളറുകളാണ്. അതുകൂടാതെ തന്നെ പോളാർ വൈറ്റ് വിത്ത് ഫാൻറ്റം ബ്ലാക്ക് വരുന്ന ഫാൻറ്റം ബ്ലാക്ക് റൂഫ് വരുന്ന വണ്ടിയുണ്ട്. അതേപോലെ ലാവ ഓറഞ്ച് വിത്ത് ഫാൻറ്റം ബ്ലാക്ക് റൂഫുണ്ട്. അതുപോലെ ഡീപ്പ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടോൺ കളറും കൂടെ ഉണ്ട്. അങ്ങനെ മൊത്തം 10 വേരിയൻസ് 10 കളറിൽ നമുക്ക് ഈ വാഹനങ്ങൾ അവൈലബിൾ ആണ്. ഇനി വാഹനത്തിൻ്റെ ഒരു മൈലേജിലേക്ക് നമുക്ക് പോകാം. ഇതിന് ഇതുവരെ ARAI സർട്ടിഫിക്കറ്റ് ആയിട്ടൊരു മൈലേജ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു മൈലേജ് കമ്പനി പറയുന്ന മൈലേജുകൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഡീസൽ വേരിയൻറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഏകദേശം ഒരു 19.9 ആണ് പറയുന്നത്. നമുക്കൊരു 18 അല്ലെങ്കിൽ ഒരു 18 കിലോമീറ്റർ എങ്കിലും നമുക്ക് ലിറ്ററിന് മൈലേജ് കിട്ടേണ്ടതാണ്. പെട്രോളിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് പറഞ്ഞാൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ 1.5 ഉണ്ട്, 1.4 ഉണ്ട്. ഇപ്പോൾ 1.5-ന് ഏകദേശം 15 ലിറ്ററാണ് അതിന് കിലോമീറ്ററിന് മൈലേജ് പറയുന്നത്. അത് ടർബോയിലേക്ക് വരുമ്പോഴത്തേന് അത് കുറച്ചുകൂടെ കുറയും, 13 ആണ് വരുന്നത്. അങ്ങനെ 13, 15, 17 അങ്ങനെ ഒരു റേഞ്ചിലാണ് ഇതിന് മൈലേജ് വരുന്നത്. ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിലേക്ക് നമുക്ക് ചിന്തിക്കാം. ഇപ്പം നമ്മൾ കാണുന്ന വാഹനത്തിന് ഏകദേശം 13.58 ആണ് ഇതിൻ്റെ ഒരു എക്സോറിയം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മളിതിൽ ടർബോയിലേക്കൊക്കെ വരുമ്പോഴത്തേന് ടോപ്പ് എൻഡ് വരുമ്പോഴത്തേന് ഏകദേശം ഒരു 16.7 പ്ലസ് ഒക്കെയാണ് നമുക്കൊരു പ്രൈസസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുതിയ ക്രെറ്റയുടെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമ്മൾ ഇനി ടർബോ എന്ന് പറഞ്ഞ മോഡൽ ഈ ഷോറൂമിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂയിലേക്ക് വരാം. കാരണം ആ ഒരു ടർബോയിലേക്ക് വരുമ്പോഴാണ് ഫുള്ളായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇതൊരു കിക്ക് റിവ്യൂ ആയിരുന്നു. പുതിയൊരു വണ്ടിയുടെ ലുക്ക് എങ്ങനെയാണെന്നുള്ള ഒരു വാക്കറൗണ്ട് റിവ്യൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായങ്ങൾ കൂടെ പറയുക. ആൻഡ് ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.